السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين بإذن الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാർ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMICയുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ നമ്മുടെ ക്വിസ് പ്രോഗ്രാം സമാപിച്ചു. അതിൽ പങ്കെടുത്തവർക്കും ആവേശം പകർന്നവർക്കും ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയവർക്കും ഉത്തരങ്ങൾ അരിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. പാരത്രികമായ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി പറഞ്ഞ് സ്വർഗീയ ലോകത്ത് സന്തോഷിക്കാനുള്ള അവസരം അല്ലാഹു തആല നൽകുമാറാവട്ടെ. പിന്നെ ഈ സമയത്തുള്ള എല്ലാവരോടും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പലവരും എത്തിച്ചേരാൻ കാരണമായ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ക്വിസ് പ്രോഗ്രാം. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ പ്രവർത്തകർ ഈ ഒരു പരിപാടി ഭംഗിയാക്കണം. ഇതൊരു രസമാണെങ്കിലും ഇതിലൂടെ പലവരും KMICയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലെ ഒരു പ്രധാനപ്പെട്ട അഡ്മിനിയും എല്ലാ സമയത്തും KMICയുടെ മൈക്കയെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബുസുനു എല്ലാം KMICയിലേക്ക് എത്തിയത് ഈ ക്വിസ് പ്രോഗ്രാമിലൂടെയാണ്. അബുസുനു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യാദൃശികമായി ഇങ്ങനെ രാവിലെ ഈ ക്ലാസ് റൂമിൽ വരും, പബ്ലിക്കിൽ ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ അടിക്കാൻ നിൽക്കും. അങ്ങനെ അവനിക്കത് ആവേശമായി, അബുസുനുവിന് അതൊരു ആവേശമായി. ആ ആവേശം പിന്നെ എപ്പോഴും KMICയിൽ വരാൻ അത് കാരണമായി. അങ്ങനെയാണ് വാസ്തവത്തിൽ അബുസുനുവിൻ ചെറുപ്പത്തിലൊക്കെ ഒരു ബസ് കണ്ടക്ടറൊക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് വാസ്തവം പറയാം. അബുസുന് ഇപ്പൊ ക്ലാസ് റൂമിൽ ഉണ്ടോന്ന് അറിയില്ല, ഓനെ പറ്റിക്ക് നല്ല അറിയാം. ആളൊരു ബസ് കണ്ടക്ടർ ആയിരുന്നു. എന്നും തല്ലും വെക്കാനൊക്കെ ആള് ഭയങ്കര വാശിയാ. അബുസുനു എന്നൊരു പ്രത്യേകത ഉണ്ട്. ആനനെ തലയിൽ വെക്കണമെന്ന് തീരുമാനിച്ച അബുസുനു ആന തലയിൽ വെക്കും. അത് നിങ്ങള് അത്രയും ഒരു വാശിക്കാരനാ. പക്ഷെ ഒരു ബസ് കണ്ടക്ടർ ആയിരുന്ന അദ്ദേഹം ഇന്ന് നോക്കി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വൈകുന്നേര സമയത്തൊക്കെയും മൈക്ക് എടുത്ത് ചിലപ്പം പുസ്തകം നോക്കി വായിച്ചിട്ടാണ്, ചിലപ്പം പല ലേഖനങ്ങൾ വായിച്ചിട്ടാണെങ്കിലും ഒരു ഇസ്ലാമികമായ ചിന്തയിലേക്ക് എത്തി. ഇന്ന് അബുസുനു നമ്മുടെ ക്ലാസ് റൂമിലൂടെ തജ്വീദും ഹിസ്ബൊക്കെ മനസ്സിലാക്കി. ഇന്ന് അദ്ദേഹം ഒരു പള്ളിയിൽ അവിടെ ഇമാമത്ത് റമളാൻ 30 ദിവസം മിക്ക സമയത്തും അറബികൾക്ക് ഇമാമായി നിസ്കരിച്ചു. സൗദിയിലെ മുത്തവ്വയേക്കാൾ നീ ഉഷാറാണെന്ന് പറഞ്ഞു ഞാൻ. ഇതൊന്നിപ്പോ ഞാൻ അബുസുനുടെ മഹത്തല്ല പറയുന്നത്, KMICയുടെ മഹത്താ പറയുന്നത്. അല്ല, ഞാൻ എന്റെ നാട്ടിലെ അബുസുനുടെ മഹത്തല്ല ഞാൻ ഈ പറഞ്ഞത്. ഇതിനൊക്കെയും ഒരു സൗദിയിൽ ഒരു പള്ളിയിൽ അറബികൾക്ക് ഇമാമായി നിസ്കരിക്കുകയും സൗദിയ മുത്തവ്വനേക്കാൾ അന്തസൈൻ ഇജാല് ഭയങ്കര ഉസാറാണ് അറബിയിൽ ഓനോട് പറഞ്ഞു ഞാൻ, ഓന്റെ തജ്വീദ് ഓന്റെ ഹിസ്ബ് കേട്ടിട്ട്. പക്ഷെ അതിനൊക്കെയും കാരണം KMIC ആണ്. അപ്പൊ ഞാൻ അബുസുനുവിന്റെ എന്റെ ഒരു അനുഭവം വെച്ച് പറയാം. അപ്പൊ അതിനൊക്കെ ഒരു കാരണം KMIC ആണ്. പക്ഷെ ഈ അബുസുനുവിനെ KMICയിലേക്ക് എത്തിച്ചത് ഈ ക്വിസ് പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ സമയത്തുള്ള ക്വിസ് പ്രോഗ്രാം സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന KMICയുടെ അഡ്മിനിമാരോടും അതിനു വേണ്ടി പുസ്തകങ്ങൾ വാങ്ങി അതിനു വേണ്ട പോയിന്റുകൾ അന്വേഷിച്ച് നടക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഈ ക്വിസ് പ്രോഗ്രാം വലിയ നല്ല ഒരു ഹിക്മത്തിലൂടെ ജനങ്ങളെ നല്ലതിലേക്ക് ക്ഷണിക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച എന്താവേണ്ട ഒരു മെഗാ ക്വിസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉത്തരം വധിക്കുന്നവർക്ക് KMICയിലെ ഒരു ഷീൽഡ് സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഹാഷിം കൊയിലാത്തിന്റെ ചെലവില് അതും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ അറിയപ്പെട്ട എത്രയോ ആളുകളുണ്ടാവും ഗൾഫിലൊക്കെയും സുബഹിക്ക് കൂടുതൽ ഉറങ്ങാതെ വെറുതെ ഇരുന്ന് നേരം കളയുന്നവര്,
അപ്പൊ അവരൊക്കെയും നമ്മുടെ KMIC-യിലേക്ക് എത്തിച്ചാൽ അതിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ അബുസുനുവിന്റെ ആ ഒരു ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുത്തത് KMIC-യാണ്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ കിസ് പ്രോഗ്രാം വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല ഇത്തരം നല്ല പ്രോഗ്രാമിലൂടെ KMIC-യിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ ചെറുപ്പക്കാർക്കും അത് എത്തിക്കാൻ കാരണമാകുന്ന നമ്മുടെ പ്രവർത്തകർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം, ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മുടെ നിസ്കാരത്തിലെ ഭയഭക്തിയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ സാറേ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്തൊക്കെ ഒരു ചിന്ത, നിസ്കാരം ഭംഗിയാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറിയ മസ്അല ഞാൻ അവിടെ പറയാൻ, ചിലവർ ഈ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ ഒരു വസ്വാസ് കാണാം, ചെല്ലുക കത്തൈക്ക അങ്ങനെ ഉണ്ടാവുമല്ലോ. കാരണം ഓൻ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ല്, പിന്നെ ഓനക്ക് തോന്നാണ് ഇത് സഹിയായിട്ടില്ല, അപ്പൊ ഓനത് കത്തയിച്ച്. ചിലപ്പം സഹിഹായ നിസ്കാരമാണ് അവൻ കത്തയിക്കുന്നത്. നിസ്കാരത്തിൽ നല്ല ശ്രദ്ധിക്കണം, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ കാരണം കൂടാതെ ആ നിസ്കാരം കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്കാരം മുറിക്കുക എന്ന് പറഞ്ഞാൽ കത്തിയെടുത്ത് മുറിക്കാനല്ല, ആ നിസ്കാരം ഒഴിവാക്കുക. അത് ഹറാമാ നമ്മൾ ചിന്തിക്കണം. പിന്നെ നിസ്കാരം കത്തയിക്കാതായി സാധാരണക്കാരുടെ ഒരു ശൈലിയാട്ടോ. നിസ്കാരം കത്തയിക്കുക എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാവുക. അത് സാധാരണക്കാർ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിസ്കാരത്തിന് കത്തയിക്കാൻ. ആ നിലയ്ക്ക് ഞാൻ പറയാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ നിസ്കാരത്തിലേക്ക് നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കയ്യമ്മിൽ കത്തിയാൽ അത് വേറാക്കി എന്നതുകൊണ്ടൊന്നും ഇപ്പൊ നിസ്കാരം ബാത്തിലാവൂല. ഏതായിരുന്നാലും മഹാന്മാര് പറയാണ് ഫിഖഹിന്റെ ഗ്രന്ഥത്തില്, ഈ വസുവാസ് കാരണം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സഹിയായോ എന്ന് സംശയിച്ചത് കത്തയിക്കുക, അത് കാരണം ഫഹുവ ആസിമുൻ, അവൻ കുറ്റക്കാരനാകുന്നു. അപ്പൊ അങ്ങനെ വസുവാസുള്ളവരെ കാണുമ്പോ നമ്മളൊന്ന് പറഞ്ഞു ഉപദേശിക്കണം, മോനെ എന്റെ വസുവാസ് കാരണം നീ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനാവുന്നുണ്ട് എന്ന കാര്യം നീ മറക്കരുത്. അപ്പൊ അത് നമ്മുടെ ക്ലാസ് റൂമിൽ പലവരും ആയിപ്പോ ഇങ്ങനെ ഇപ്പോ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോ ഉസ്താദെ ഇങ്ങനെയൊക്കെ നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഭയങ്കര വസുവാസാണ്. അതുകൊണ്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറയുകയാണ്, മഹാന്മാർ പറഞ്ഞത്. കാരണം ഈ വസ്വാസ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് വസ്വാസ് വരിക എന്നുള്ളത് അത് ശൈത്താൻ നമ്മളെന്താക്കാണ്, ഒരു കൽപ്പിക്കാൻ. അതുകൊണ്ട് മഹാന്മാർ വളരെ വ്യക്തമായി പറയുന്നു. അതായത് മഹാന്മാർ പറയുന്നു വസ്വാസ് അധികരിച്ചാൽ ആർക്കെങ്കിലും നിസ്കരിക്കുമ്പോൾ ഒരു ഭയഭക്തി കിട്ടണം, അതല്ലെങ്കിൽ നിസ്കരിക്കുമ്പോ മറ്റു ചിന്തകൾ വരരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പായി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശൈത്താനിൽ വസ്വസത്തി ഖുൻസുബ് ഖാ പുല്ലില ഖാ ആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശൈത്താനിൽ വസ്വസത്തി ഖുൻസുബിൻ എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ, ആത്മാർത്ഥമായി ചൊല്ലിയാൽ ആ പൈശാചികമായ വസ്വാസിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ തന്നെ വലിയ മഹാനാണ് അബൂ ഹസനു ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാന്മാർ പറയാണ്, വകാനൽ ഉസ്താദു അബുൽ ഹസനു ഷാദുലി നഫഅനല്ലാഹു ബിഹി. മഹാനായ അബുൽ ഹസനു ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹു യുഅല്ലിമു അസ്ഹാബഹു, മഹാനവറുകളുടെ ശിഷ്യന്മാർക്ക് മഹാനവറുകൾ പഠിപ്പിക്കും ഒന്നിനെ, എങ്ങനത്തെ ഒന്ന്, യദ്ഫഉൽ വസ്വസത, വസ്വാസിനെ ഇല്ലാതെയാക്കുന്ന കളയുന്ന, വൽ ഖവാത്തിറ റദീഅത, മോശമായ ചിന്തകളൊക്കെയും ഒഴിവാക്കി കളയാൻ വേണ്ടി തന്റെ മുരീദന്മാർക്ക് ശിഷ്യന്മാർക്ക് പഠിപ്പിക്കും. എന്നിട്ട് പറയും എന്ത് ചെയ്യാ, അങ്ങനെ ആർക്കെങ്കിലും വസ്വാസ് ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പേ എന്ത് ചെയ്യുക, അവന്റെ വലത്തെ കൈ നെഞ്ചിന്റെ മുകളിൽ വെക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ നല്ലതാണ്. വലത്തെ കൈയിനെ നെഞ്ചിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിന്റെ ഭാഗത്തായി വെച്ചിട്ട്
സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാക്കിൽ ഫആൽ എന്ന് 7 പ്രാവശ്യം ചൊല്ലുക. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാക്കിൽ ഫആൽ എന്ന് 7 പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ അവൻ എന്ത് പറയുക? ഇൻ യശർ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് എന്ന് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് എന്നുണ്ടാക്കുക. ഒരു പ്രാവശ്യവും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിനു മുമ്പ് പറഞ്ഞാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള പൈശാചികമായ വസ്വാസിനെ തൊട്ട് കാവൽ നൽകപ്പെടും. ഒന്നുകൂടി ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വേണ്ടി പറയുന്നു. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാക്കിൽ ഫആലി എന്ന് 7 പ്രാവശ്യം. ഒന്നുകൂടി പറയും അൽഹംദുലില്ലാ. ആരെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിലോ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസി. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പുല്ലില്ല കാഫാണ്. സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്. അബ്ദുൽ ഖുദ്ദൂസേന്ന് വിളിക്കും നമ്മള്. അതൊക്കെ തെറ്റാണ്. അബ്ദുൽ ഖുദ്ദൂസ് അല്ല, പുല്ലില്ലാത്ത കാഫല്ല, പുല്ലില്ല കാഫാണ്, ഖാഫാൻ. അപ്പൊ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആലി എന്ന് 7 പ്രാവശ്യം. പിന്നെ ഈ യശഅ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അത് നോക്കിങ്ങള്, നമ്മൾ അങ്ങനല്ലല്ലോ. പതക്ക് ഞാൻ പറയാൻ നിന്നാ സമയം ഒരു പാട് പോകും. അങ്ങനത്തെ ചെല്ലുക. പള്ളിക്കന്നെ അങ്ങനത്തെ പായ കൊത്തിപ്പറഞ്ഞൊരു ഒലുണ്ടാക്കുക. എത്ര ആളുകളാണ് പഴയ കാലത്തൊക്കെ മുമ്പ്, ഇപ്പൊ അൽഹംദുലില്ലാ ശീലന്റെ കാൽപ്പറ്റാണ്. അതുകൊണ്ട് പിന്നെ ആരും വഴിക്ക് വിഗ്ണില്ല. ചില പള്ളികളിലൊക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ കാൽപ്പറ്റുണ്ടാവും. ഈ ഒലുണ്ടാക്കിയിട്ട് കാല് നനഞ്ഞ കാരനെ പായുന്ന സമയത്ത് പള്ളിയിൽ എത്ര ആള് വഴിക്ക് വിഗ്ണുണ്ട് വെച്ചിട്ടാ. എന്നിട്ട് ആ ഒരു 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 ഒരുങ്ങി തയ്യാറാവൽ ഇല്ലാതെ പെട്ടെന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലും ആ നിയ്യത്ത് അവരെ ശരിയായോ, തക്ബീറത്തുൽ ഇഹ്റാം ശരിയായോ, അതൊന്നും ഇവനിക്ക് ആകെ ആവശ്യം എന്താണെന്നറിയോ? ഇവന്റെ ആവശ്യം ഇമാമിന്റെ ഒപ്പം റുക്കൂ കിട്ടല. നോക്കിങ്ങള്, ഇമാമിന്റെ ഒപ്പം റുക്കൂ ലഭിക്കണം. ഇവന് തക്ബീറത്തുൽ ഇഹ്റാം ശരിയായോ, നിയ്യത്ത് ശരിയായോ, ഇഖ്ലാസ് വന്നോ, ഖുശൂ കിട്ടിയോ, അതിലേക്കൊന്നും യാതൊരു ശ്രദ്ധയില്ല. മഹാന്മാര് പറയാണ്, തുസല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. നമ്മൾ ഈ ഭയഭക്തി ഇല്ലാത്ത നിസ്കാരം അത് ശിക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്നു. തുസല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ. ആ ചെറുപ്പക്കാരൻ ഈ ഖൽബ് ഖുശൂ ഇല്ലാത്ത നിസ്കാരം കാരണം ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യനായിത്തീരും. മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. അതവൻ ശിക്ഷയെ ബന്ധമാക്കുന്നവനായിത്തീരും. അപ്പൊ നിസ്കരിച്ചില്ലെങ്കിലും നമ്മൾ തെറ്റിന്റെ ശിക്ഷക്ക് പാത്രമാകും. നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഭയഭക്തി ലഭിച്ചില്ലെങ്കിലും അതെന്തിന് കാരണമാകും? നമുക്ക് ശിക്ഷക്ക് കാരണമാകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ ഞാൻ നിസ്കരിക്കാന് ആ ഒരു ഫറാഉൽ ഖൽബ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നെഞ്ചിന്റെ മുകളിൽ കൈവച്ച് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാക്കിൽ ഫആൽ എന്ന് 7 പ്രാവശ്യവും ഈ യശഅ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് എന്ന്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ എന്തിനു വേണം ഇതൊക്കെ? ഇപ്പൊ ചെല്ലണമെങ്കിൽ എന്ത് വേണം? ജമാഅത്തൊക്കെ തുടങ്ങി നമ്മളിത് ചെല്ലാൻ നിന്നാൽ ചിലപ്പം ഫസ്റ്റിലെ റക്അത്തൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഏതായാലും നിസ്കരിക്കണം പരമാവധി. ജമാഅത്തായിക്ക് നിസ്കരിക്കാൻ തയ്യാറാകുന്നവർ, ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്നവരാകുമ്പോ പിന്നെ ഇതിനൊക്കെ സമയം കിട്ടും. ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമിന്റെ ഒപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ പങ്കെടുക്കുക, അതൊക്കെ വലിയ മഹത്താ. അപ്പൊ ഈ ദിക്റക്കും ചൊല്ലി ഇമാമിന്റെ ഒപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ പങ്കെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവര് അതിനനുസരിച്ച് ഒരു 5 മിനിറ്റ് നേരത്തൊക്കെ ഒന്ന് പള്ളിയിൽ
എത്തിച്ചേരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം പറഞ്ഞ് മഹാനായ ബുഖാരി ഇമാമിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടവരാണ്. ആ ബുഖാരി ഇമാം നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് 16 പ്രാവശ്യം, മറ്റു ചില റിവായത്തിൽ 17 പ്രാവശ്യം കതിന്നിൽ വന്ന് കുത്തീനാണ്. കതിന്നില് തേനീച്ചും കതിന്നിലും കുത്തിയാലുള്ള വേദന നമുക്കറിയില്ല അല്ലേ? കതിന്നിൽ വന്ന് കുത്തി, അതാരറിഞ്ഞില്ല, മഹാനായ ബുഖാരി ഇമാം അറിഞ്ഞില്ല എന്നാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീഴ്ത്തിയപ്പോൾ തന്റെ ശരീരത്തിലുള്ള തണുപ്പ് കണ്ടപ്പോഴാണ് എന്നെ കതിന്നിൽ കുത്തി എന്ന വിവരം അറിഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ നഫ്സിനോട് ആദ്യവും എന്റെ ശബ്ദം കേൾക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാനി. 16 പ്രാവശ്യം കതിന്നിൽ കുത്തിയിട്ട് മഹാനായ ബുഖാരി ഇമാം നിസ്കാരത്തിൽ അത് അറിഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞ് ശരീരത്തിലെ തണുപ്പ് കണ്ടപ്പോഴാണ് നിസ്കരിക്കുന്നാണ് കതിന്നിൽ കുത്തിയ വിവരം അറിഞ്ഞത്. മനസ്സിലായോ? അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നിസ്കാരം കൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. പരമാവധി ഒരു ഖുശൂഅോടുകൂടെ, പ്രത്യേകിച്ച് നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള നമ്മുടെ ഇത്തരം ക്ലാസുകളിലൂടെ, നമ്മുടെ ഈ മഹത്തായ KMIC-യിലൂടെ കേൾക്കുന്ന ക്ലാസുകളിലൂടെ നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള കോപ്പറായിത്തരങ്ങൾ അവസാനിപ്പിച്ചുള്ള, അവയവങ്ങളെ കൊണ്ടുള്ള ഒരു ഭയഭക്തി ഉള്ള ഒരു നിസ്കാരമായി മാറ്റിയെടുക്കാൻ അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഈ 1-2 ഒരു കാര്യം ഉണർത്തുകയാണ്. ചിലവര് ചോദിച്ചതാണ്, ഉസ്താദേ, നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ വേണ്ടി കണ്ണു ചിമ്പി നിസ്കരിക്കാൻ പറ്റുമോന്ന്. അവരുടെ മസ്അല എന്താണ്? നിസ്കാരത്തിൽ കണ്ണു ചിമ്പുന്നത് കറാഹത്തില്ല. ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബ് പറയുന്നു, കണ്ണ് ചിമ്പുക, നിസ്കാരത്തിൽ കണ്ണ് ചിമ്പുക എന്നുള്ളത് കറാഹത്തല്ല. ചിലപ്പം കണ്ണു ചിമ്പൽ സുന്നത്താകും. അതായത് അവന്റെ മുമ്പിൽ, അവന്റെ ഖൽബിൽ പല ചിന്തകളും വരുത്തി തീർക്കുന്ന എന്തെങ്കിലും ചിത്രങ്ങളോ അതല്ലെങ്കിൽ അവന്റെ ചിന്തയെ മാറ്റിക്കളയുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ കണ്ണു ചിമ്പൽ സുന്നത്താണ്. ചിലപ്പം കണ്ണു ചിമ്പൽ നിർബന്ധമാകും. അതായത് അവന്റെ മുമ്പിൽ ആരുണ്ട്? വസ്ത്രം മറക്കാത്ത ആൾക്കാരുണ്ട്. അജ്ജെ അപ്പൊ നിങ്ങൾക്ക് ജാബിരി അപ്പം പറയാം, അജ്ജെ നിക്കരിക്കുമ്പോ എന്താണ് തുണി നിൽക്കാതെ നിസ്കരിക്കുന്നോല് എന്താവും? എന്തായിക്കൂടെ? ഒരാൾക്ക് എന്തില്ല, ഔറത്ത് മറക്കാൻ ഒന്നും കിട്ടാല്ല. ഔറത്ത് മറക്കാൻ പറ്റാകുന്ന ഒന്നും കിട്ടാല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ ഭാഷയെ പറഞ്ഞാൽ തുണി അഴിച്ചിട്ട് നിസ്കരിക്കൽ നിർബന്ധാണ്. അപ്പൊ ഒരാള് നമ്മുടെ മുമ്പിൽ സൊഫിൽ എന്തുണ്ട്? വസ്ത്രം ധരിക്കാൻ സാധിക്കാത്ത, ഔറത്ത് മറക്കാൻ സാധിക്കാത്ത. ഔറത്ത് മറക്കാൻ സാധിക്കാത്ത എന്ന് പറയുമ്പോ തുണി തന്നെ അയക്കോന്നില്ല, നല്ല പേപ്പർ കിട്ടാണ്ട് പേപ്പറേറ്റ് പൊതിയണം. പേപ്പറൊന്നും ഇല്ലെങ്കിലും മണ്ണ് കൊണ്ട് പൊതിയണം, അല്ലെങ്കിൽ ശീല വലിച്ച ഇല, അതൊക്കെ നമ്മുടെ ഔറത്തിന്റെ മസലയാണ്. ചുരുക്കത്തിൽ ഔറത്ത് മറക്കാൻ പറ്റാവുന്ന ഒന്നും കിട്ടാത്ത ഒരു വ്യക്തി നഗ്നമായി നിസ്കരിക്കൽ നിർബന്ധം. അങ്ങനെ ഒരാള് നഗ്നമായി നിസ്കരിക്കുന്നത് സഫിന്റെ ഇടയിൽ നിന്ന് വെക്കുക എങ്കിൽ അവരെ കണ്ണു ചിമ്പൽ നിർബന്ധം. കണ്ണു ചിമ്പല് അല്ലാതെ നമ്മൾ പോരാവുന്ന. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മസല നമുക്ക് എന്താവൂല, തസവ്വുറാവൂല. ഒരു വസ്ത്രം ധരിക്കാതെ നിസ്കരിക്കൽ നിർബന്ധമാകുന്ന ഒരു രൂപം ഈ കാലഘട്ടത്തിൽ അതെന്താവൂല, അങ്ങനെ നമുക്കത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും ഒരു നഗ്നമായ ഒരാള് സഫിന്റെ ഇടയിലോ മുമ്പിലൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ണു ചിമ്പൽ നിർബന്ധമാവും. അവന്റെ ചിന്തയെ മാറ്റിക്കളയുന്ന എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണു ചിമ്പൽ സുന്നത്താവും. പൊതുവിൽ നിസ്കാരത്തിൽ കണ്ണ് ചിമ്പൽ എന്തില്ല, കറാഹത്തില്ല. പിന്നെ ഖിലാഫുൽ ഔലയാണ്, അത് നല്ലതല്ല എന്ന് പറഞ്ഞു ഇമാമീങ്ങൾ മുൻപ്. പൊതുവിൽ അതിന്റെ മസ്അലയുടെ മുഅ്തമദാണ്, പ്രബലമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ചില സാധാരണക്കാര് ഉംറക്കൊക്കെ ചെന്ന് അല്ലെങ്കിൽ നമ്മൾ കഅബത്തിങ്ങ വെന്ന് നിസ്കരിക്കുമ്പോ പലവരും കഅബയിലേക്ക് ഇങ്ങനെ നോക്കി നിസ്കരിക്കുന്നു. അങ്ങനെയല്ല മസ്അല, അങ്ങനെയല്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവൻ സുജൂദിന്റെ മഹല്ലത്തിലേക്കാണ് നോക്കുന്നത്. സുജൂദിൽ നെറ്റിത്തടം എവിടെയാണോ വരിക
അവിടെയാണ്, അങ്ങോട്ടാണ് നോക്കേണ്ടത്. കൂരിയിരുത്താണ്. അവന്റെ ഒരു സ്ഥലം അവനിക്ക് കാണാല്. എന്നാലും പൊതുവിൽ അവന്റെ സുജൂദിന്റെ ഭാഗം ഏതാ വരിക, ആ ഭാഗത്തേക്ക് നോക്കണം. ഇനി കഅബന്റെ അടുക്കലാണെങ്കിലും കഅബയിലേക്കാ നോക്കേണ്ടത്. അവരുടെ ഫിഖിന്റെ കിതാബിലൊക്കെ ഒരു മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ആ മസ്അല കണ്ടത് എവിടുന്നാന്നറിയോ? അതൊക്കെ അല്ലാഹു തആല പ്രിന്ററൊക്കെ വാങ്ങാൻ സൗകര്യം ചെയ്ത് എന്നവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ശറഹു ബാഫള് എന്ന് പറയുന്ന ഒരു കിതാബിന് ഒരു ഹാഷിയുണ്ട്. ഹാഷിയത്തുൽ ജർഹസി എന്ന് പറഞ്ഞിട്ടൊരു ഹാഷിയുണ്ട്. ആ ഹാഷിയയിൽ ഇപ്പൊ ഞാൻ മിഞ്ഞാനാണ് നമ്മുടെ മക്തബത്തുൽ വഖഫിയ്യ എന്ന സൈറ്റ് കയറിയപ്പോ അങ്ങനെ ഒരു ഫിഖിന്റെ കിതാബ് തന്നെ കണ്ടത്. അത് കണ്ട് ഡൗൺലോഡ് ചെയ്ത് അതിങ്ങനെ നോക്കുമ്പോ ഒരു പ്രവാചകന്റെ ബാക്കിൽ നിന്ന് ഒരാൾ നിസ്കരിക്കാണ്. മഹാന്മാര് പ്രവാചകനിലേക്ക് നോക്കൽ സുന്നത്തല്ലേ. അപ്പൊ ഒരു നബിയുടെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുമ്പോ അവൻ ഈ നബിയിലേക്കാണോ നോക്കേണ്ടത്? ചിലപ്പോ ആവശ്യമാവും. ഈസാ നബി വരുന്ന കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. ഉണ്ടാവാതിരിക്കലാണല്ലേ. ഈസാ നബി വരുന്ന കാലത്ത് ഇപ്പൊ നമ്മളൊന്നും ജീവിച്ചാതിരിക്കലാ നല്ലത്. ഉറപ്പാ, വതില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇപ്പൊ തന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പം മലപ്പതി ഇറങ്ങാൻ വതി ഇരുത്ത് തരണ്ടി വരും. ആ കോലത്തിൽ അയക്കുന്ന ആരോഗ്യമൊക്കെ. പിന്നെ ഈസാ നബിയുടെ കാലത്ത് വരെ അത്ര ആയസ്സുണ്ടായാൽ എന്താകും? ഏതായാലും കാരണം കൂടുതൽ വയസ്സായി നാട്ടുകാർക്കും കുടുംബക്കാർക്കും ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ അറുദലുൽ ഉമറിലേക്ക് എത്തലിനെ തൊട്ട് അള്ളാഹുവിന്റെ റസൂല് കാവലിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈസാ നബി വരുന്ന കാലത്തൊക്കെ ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിലോ, ഏതായാലും ഞാൻ പറയുന്നു, അങ്ങനെ ഒരു പ്രവാചകന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഈ പ്രവാചകനിലേക്ക് നോക്കണോ അതല്ല സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണോ പോലത്തെ ചർച്ചകളൊക്കെയും ഫിഖിന്റെ കിതാബുകളിൽ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ മദ്ഹബിലെ മുഅ്തമദ് കഅബന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കാനെങ്കിലും കൂരി ഇരുത്തിൽ വെച്ച് നിസ്കരിക്കാനെങ്കിലും കണ്ണ് കാണാത്തവനാണെങ്കിലും അവരൊക്കെയും നോക്കേണ്ടത് എങ്ങോട്ടാണ്? സുജൂദിന്റെ മഹല്ലിലേക്കാണ്. അതുകൊണ്ട് മഹാന്മാർ പറയുന്നു, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന്റെ അല്പം മുമ്പ് എല്ലാം ശ്രദ്ധിക്കണം. ഞാൻ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ആരും ഞാൻ വിഷമിപ്പിക്കുന്നില്ല. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞിട്ടാ കീശയില് മൊബൈലുണ്ടോ, അരയില് പേഴ്സുണ്ടോ, കീശയില് മറ്റേ എന്താണ് പേഴ്സുണ്ടോ, സമയം എത്രയായി, എന്തൊക്കെയായി, ഏതൊക്കെയായി എല്ലാം നോത്തും ഇരുത്തും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന്റെ ശേഷം അല്ലേ. അതാണ്ട് അവസാനിപ്പിക്കുക. അന്നത്തെ ക്ലാസ് ഇപ്പൊ അതാണ്. ഇപ്പൊ അങ്ങനത്താണ് ഇപ്പൊ വിഷയങ്ങൾ എത്തിക്കുന്നത്. നമ്മളിപ്പോ ഏകദേശം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാവണം. ചിലപ്പോ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് അല്ലാഹു അക്ബർ അല്ലേ, നമ്മളിങ്ങനത്തെ പെട്ടെന്ന് ബേജാറായി തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലും. എന്നിട്ടാണ് സമയത്തിലായി இந்த മൊബൈൽ പേരച്ച് ഇങ്ങനെ ചിലവർ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയിട്ട് പിന്നെ ഒരു കയ്യെത്തുങ്ങാണ്ട് ഈ ഊരമ്മക്ക് ഇങ്ങനെ തപ്പനുണ്ടാവും. പേഴ്സ് വരല്ലേ, മൊബൈൽ വരല്ലേ, ബൈക്കിന്റെ ചാവി കീസയിലില്ലേ, ഒക്കെ നോക്കലപ്പലാ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് ബൈക്കിന്റെ ചാവി കീസയിലില്ലേ, മൊബൈൽ സൈലന്റ് ആക്കിയിട്ടില്ലേ, അതല്ലെങ്കിൽ പേഴ്സ് കീസയിലില്ലേ, സമയം എത്രയായി, ഇതൊക്കെ. അതുകൊണ്ട് KMIC മുഴുവൻ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ ഇതൊക്കെ ഒക്കെ ഉണ്ട്. എന്റെ ചാവിന്റെ ഒപ്പുണ്ട്, അതേമായിക്കുന്ന മൊബൈൽ ഓക്കേന്ന് എല്ലാം നമ്മൾ ഉറപ്പിച്ചതിന്റെ ശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പ് ആ സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കി വലത്തെ ഭാഗത്ത് ഇതിനൊക്കെ സാധിക്കണത്തോ, ഇതിനൊക്കെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ അതിനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം. വലത്തെ കൈ നെഞ്ചിന്റെ മുകളിൽ വെച്ച് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആൽ എന്ന് 7 പ്രാവശ്യം ചൊല്ലി യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് ചെല്ലാൻ വയ്ക്കുന്നതൊക്കെ ചൊല്ലി നെയ്യത്ത്, നമ്മൾ ആ നെയ്യത്തിൽ നിർബന്ധമായ കാര്യം, ഫർളായ കാര്യം, സുന്നത്തായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ ഇനി ആ സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കി പിന്നെ നമ്മൾ ഇല്ലല്ലാഹ് പറയുമ്പോ അവരെ കൈ ഉയർത്തേണ്ട വിരൽ ഉയർത്തലും ആ വിരലിലേക്ക് നോക്കലും അത് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന്റെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് എത്തും. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയാൽ ഒരു പരിധി വരെ ഒരു 100% എന്നല്ലാണ്, ഒരു 25% നമ്മുടെ നിസ്കാരത്തിൽ നമുക്കൊരു ചെറിയ ഒരു ഭയഭക്തി കിട്ടും. അതുകൊണ്ട് മറക്കണ്ട, തുസല്ലി ബിലാ ഖൽബിൻ
സ്വലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ആശയാണ്. എന്താ ആശയം? നിസ്കരിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷ നമുക്കുണ്ട്, അല്ലെ? ഇത് എല്ലാവർക്കും അറിയാം, എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം. നിസ്കരിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷയാണ്. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടി ബോധ്യപ്പെടുത്തുന്നു. നിസ്കരിക്കുമ്പോ ഭയഭക്തി ഇല്ലാതെ വന്നാൽ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. അതുകൊണ്ട് ഖൽബിൽ 100% ഭയഭക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധാരണക്കാരായ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആ നിസ്കാരത്തിലുള്ള ഭയഭക്തി ഉണ്ടാവാൻ ഏറ്റവും ഉപകാരപ്രദമായ നമ്മുടെ നോട്ടം ശരിയാക്കുക. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോൾ കൈ ഉയർത്തല്, ആ കൈ വെക്കല് പോലോത്തതൊക്കെയും ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വളരെ ഉപകാരമാകും. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, ഈ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലുള്ള അവയവങ്ങളെ കൊണ്ടുള്ള കൈകൊണ്ടുള്ള കോപ്രായിത്തരങ്ങളില്ലേ? എഴുത്തിലാലിലേക്ക് വരുമ്പോ ഫാൻറ് ശരിയാക്കുക. ചില ആളുകളൊക്കെ ചെറുപ്പക്കാർ സുബ്ഹാനല്ലാഹ് എഴുത്തിലാലിൽ നിന്നിട്ട് കാണാ കുപ്പായം ടീഷർട്ട് ഇൻഷെയ്ഡ് ചെയ്യുക. ചിലപ്പം നിന്നിട്ടേ സുജൂദിലേക്ക് നോക്കിങ്ങള് റുക്കൂയിൽ നിന്നിട്ട് പൊന്തി എഴുത്തിലാലിൽ നിന്ന ഇബം വിചാരിച്ചത് സുജൂദിലേക്ക് പോകുമ്പോ കുപ്പായും ഫാൻറ്റും ശരിയാക്കാതെ സമയമാണിത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മുമ്പ് ഞാൻ ആ തമാശ ഒന്നും മുമ്പ് പറഞ്ഞിക്കണ്. കാളേരം മകളെ ഒരു നാദം കാക്കന്റെ ഇത് കല്യാണം കഴിച്ച് വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ കൂടിയിട്ട് എന്താക്കി പുഴയ്ക്ക് കുളിക്കാൻ ചെന്നപ്പോ എല്ലാരും സുയിപ്പാക്കിന ഒരു ചെങ്ങായി, ആ കാളേര പുതിയാപ്പലേനല്ലേന്ന് ചോദിച്ചത്ര. ആ എന്തേന്ന് ചോദിച്ചത്ര. എന്നിപ്പ എന്റെ പാത്തുണ്ടാവൂല്ലേന്നത്രേ. പാത്താ? കാളേര ഞങ്ങളെ വിളക്കും കാളേര മക്കളെ കല്യാണം കഴിച്ച പുതിയാപ്പല ഒരു പാത്തുണ്ടെന്നത്രേ. എപ്പലാ അത് പാതെന്തെന്ന് ചോദിച്ചത്രേ. എന്റെ അമ്മോശം കാക്ക ഹുത്തുബോധി കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് നിൽക്കും. എന്നിട്ട് എന്റെ അമ്മോശം കാക്ക എന്താക്കും? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലും. കഴിഞ്ഞാൽ കുറച്ചേരം മുണ്ടാതെക്കും. ആ ഭാവം വജ്ജത്ത് ഓതാൻ വേണ്ടി മുണ്ടാതെക്കുക. ഈ ചെങ്ങായി ഈ മരുവനെ ഈ നാദം മനുഷ്യനെ സ്വീപ്പാക്കി. ആ മുണ്ടാതെ നിൽക്കല എനിക്ക് പാത്താതാ സമയമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി പറയാൻ പറഞ്ഞില്ല, സമയമില്ല എന്ന് പറഞ്ഞ മാതിരി ചില ചെറുപ്പക്കാര് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ? റുക്കൂയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് വന്നാ പിന്നെ കുപ്പായും ഫാൻറ്റൊക്കെ ശരിയാക്കാതെ സമയമാണ് ഇത് എന്ന് മനസ്സിലാക്കിയതുണ്ട്. ചെറുപ്പക്കാരല്ല, ചില മൊയ്ലിയന്മാരും കാത്തുകയാണ്. ഇനിയിപ്പോ വെറും നമ്മൾ ഈ ചെറുപ്പക്കാരെന്തിനാ ഈ കുറ്റം പറഞ്ഞത്? എഴുത്തിദാലിലേക്ക് വന്നാ പിന്നെ കുപ്പായം ശരിയാക്കലും അവന്റെ ഒക്കെ ശരിയാക്കലൊക്കെ ആ നേരത്തെ. അപ്പൊ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ എഴുത്തിദാല് കുപ്പായം ശരിയാക്കാനുള്ള സമയമാണ് എന്നാണ്. അങ്ങനെ ആരും ചിന്തിക്കരുത്. അതുകൊണ്ട് നമ്മൾ നോക്കിങ്ങള് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, നിസ്കാരത്തിൽ ഒരു വിരല് മാത്രം അനക്കിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് വരെ അഭിപ്രായം മുഅ്തമദല്ലട്ടോ. ഒരു വിരല് മാത്രം അനക്കിയാൽ, ഷാഫി മദ്ഹബിലെ മുഅ്തമദ് എന്താ? ഒരു വിരല് മാത്രം ഇങ്ങനെ അനക്കിയാൽ, ഇപ്പൊ നമ്മളെ ഗൾഫിലെ അറബികളൊക്കെ ഇങ്ങനെ വിരൽ അനക്കൂലേ, അങ്ങനെ ഒരു വിരല് മാത്രം അനക്കിയാൽ നിസ്കാരം ബാത്തിലാവൂല. പക്ഷെ ബാത്തിലാകുമെന്ന് വരെ അഭിപ്രായം ഉണ്ട്. എന്റെ സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിരല് മാത്രം അനക്കിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് വരെ ഒരു അഭിപ്രായം ഉണ്ട്, മുഅ്തമദല്ലെങ്കിലും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മൾ നിസ്കരിക്കാൻ നിന്നാ നമ്മുടെ കൈയോണ്ടും കാലോണ്ടും കാത്തുന്ന കോപ്പറായിത്തരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഹസൻ ഉസ്താദിന്റെ വാക്ക് കഥത്ത് വരിക പറയാണ് കോപ്പറായിത്തരങ്ങൾ എന്ന്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഉണർത്തിയത്, നമ്മൾ പരമാവധി നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ ഇങ്ങനെ വസ്വാസുള്ളവരുണ്ടെങ്കിൽ ഈ പ്രത്യേകമായ ദിക്ർ കയ്യും നെഞ്ചത്ത് കൈ വെച്ച് ചെല്ലിയാൽ ഒരു പരിധി വരെ പൈശാചികമായ ചിന്തയെ തൊട്ട് നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി നിസ്കാരം കാരണം ശിക്ഷ ഏറ്റുവാങ്ങുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ആരും പെടുത്താതിരിക്കട്ടെ. യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. നിസ്കരിക്കൽ കാരണം ഒരു ശിക്ഷന്റെ അഹ്ലികാരനായി അള്ളാഹു നമ്മെ മാറ്റാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് ഞാൻ തൽക്കാലം ഉതൊന്നു. ഞാൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനി 2 ദിവസം ഞാൻ ചെയ്യേണ്ട കാര്യം ഒന്നും പറയില്ല. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് കൈ ഉയർത്തൽ ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞതിന്റെ ശേഷം അടുത്ത വിഷയത്തിലേക്ക് കടക്കുള്ളൂ.
ഒന്നായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ദിവസേന ഇങ്ങനെ പറഞ്ഞ അതൊന്നും എന്നെ കൊണ്ടാവൂല എന്നുള്ളൊരു തീരുമാനത്തിലെത്തും. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ജിമ്മിന് പോകുന്ന ആൾക്കാർക്ക് അറിയില്ലേ, നമ്മളിങ്ങനെ ചെയ്ത് കുറെ കഴിയുമ്പോ 100 കിഞ്ചലിന്റെ സിമന്റും മുറ്റൊക്കെ എന്ത് ചെയ്യും, നമ്മളത് പൊന്തിക്കും. അതെന്താണ്, കുറെ ചെയ്യുമ്പോ. അപ്പൊ അതുകൊണ്ട് ഒരു വിഷയം നമ്മൾ ചെയ്ത് ഏകദേശം അത് ശരിയായതിന്റെ ശേഷം അടുത്തതിലേക്ക് കടക്കാം. അപ്പോലെ നമ്മുടെ ക്ലാസ് ഉപകരിക്കുള്ളൂ. അൽഹംദുലില്ലാ പലവരും ശ്രോതാക്കളുണ്ട്, ആർക്കെങ്കിലും ഉപകരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ്. പലവർക്കും ഉപകരിക്കുന്നുണ്ട്. സമയം വൈകിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ഇന്ന് ഒരു അബ്ദു ഇരിങ്ങല്ലൂരി എന്ന് പറഞ്ഞ് നമ്മുടെ KMICയുടെ റേഡിയോ ശ്രോതാവാണ്. എപ്പോഴും KMICയുടെ റേഡിയോ കേൾക്കുന്ന ഒരു സുഹൃത്താണ്. എപ്പോഴും വിളിച്ചു ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണാണ്. എന്തായാലും അബൂറയ്യാൻ അവർ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് പോവുകയാണ്. അല്ലാഹു തആല ആ കല്യാണങ്ങളൊക്കെ ഭംഗിയായി അതിൽ ഉണ്ടാകുന്ന മക്കളൊക്കെ അല്ലാഹു തആല സാലിഹീങ്ങളാക്കി തീർക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെറുപ്പക്കാരും കല്യാണം കഴിക്കാത്തവർക്കൊക്കെ നല്ല സ്വാലിഹത്തായ ഭാര്യന്മാരെ വേണ്ട, ഭാര്യ മതി, ഭാര്യന്മാരായ അധികം വേണ്ട, ഭാര്യയെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല മക്കളെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് മാഷാ അല്ലാഹ് ഹസൻ ഉസ്താദിനും ആ കല്യാണം തന്നെയല്ലേ വരണ്ടോ, ടിക്കറ്റ് എടുത്തപ്പോ ഞാൻ കല്യാണത്തിന് വരണ്ട. അബ്ദുലിങ്ങല്ലൂന്ന് അറിയില്ലേ, നമ്മൾ എപ്പോഴും നമ്മുടെ KMICയുടെ റേഡിയോ ഇടയ്ക്കിടക്ക് വിളിച്ചും കൊണ്ടേ ഇരിക്കും മൂപ്പര്. ഏതായാലും ആ കല്യാണത്തിനൊക്കെ പോവാണ്ട് അതിന്റെ ഇടയിൽ ഷഹീറിന്റെ പേരയിൽ പോവണം. അങ്ങനെ പല പേരയിലും അതിന്റെ ഇടയിൽ കുറെ പേരേക്ക് പോവാനുണ്ട്. ഷഹീറെ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഹസൻ ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിച്ച് ദുആ വസിയ്യത്തോടുകൂടെ ഞാൻ മൈക്ക വിടുന്നു. അസ്സലാം.